പറഞ്ഞിട്ടുള്ളത്. പബ്ലിക് ഒപ്പീനിയനും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. പബ്ലിക് ഒപ്പീനിയനുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് തിയറീസ് ഒക്കെ ഉണ്ട്. സ്പെസിഫിക്കലി നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാലോ അല്ലേ? ഓഡിബിൾ പബ്ലിക് ഒപ്പീനിയനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തിയറീസ് ഒക്കെ പറയാറുണ്ട്. അത് എന്താണെന്നുള്ളതൊന്ന് പറയാമെന്നുള്ളതാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷനകത്ത് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഒപ്പീനിയൻ ലീഡേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒപ്പീനിയൻ ലീഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വളരെ വെൽ നോൺ ആയിട്ടുള്ള ഫിഗേഴ്സ് ആയിരിക്കും. ചിലപ്പോൾ അത് സെലിബ്രിറ്റീസ് ആകാം, പൊളിറ്റീഷ്യൻസ് ആകാം, റിലീജിയസ് ഹെഡ്സ് ആവാം, മത നേതാക്കന്മാരാകാം. അങ്ങനെ ഉള്ള പബ്ലിക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആളുകളെയാണ് നമ്മൾ ഒപ്പീനിയൻ ലീഡേഴ്സ് എന്ന് പറയുന്നത്. ഒപ്പീനിയൻ ലീഡേഴ്സ് അപ്പൊ അവർക്ക് നമ്മളിലേക്ക് ചില ഒപ്പീനിയൻസ് നമ്മളിൽ ചില ഒപ്പീനിയൻസ് ഉണ്ടാകുന്നതിൽ ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റുന്ന ആളുകളാണ്. അപ്പൊ ഈ ഒരു ഒപ്പീനിയൻ ലീഡേഴ്സിനെ കുറിച്ച് പ്രധാനമായിട്ടും പറയുന്ന തിയറി എന്ന് പറയുന്നത് 2 സ്റ്റെപ്പ് ഫ്ലോ മോഡലിനകത്താണ് പറയുന്നത്. അപ്പം സാധാരണ പബ്ലിക് ഒപ്പീനിയന്റെ തിയറി ഡിസ്കസ് ചെയ്യാൻ അങ്ങനെയുള്ള എസ്എ ക്വസ്റ്റ്യൻ ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ ഈ 2 സ്റ്റെപ്പ് ഫ്ലോ തിയറി അതിനകത്ത് പറയാറുണ്ട്. ലാസർ ഫീൽഡും ബെർണാഡ് ബെറൽസൺ തുടങ്ങിയ ആളുകളാണ് ഈ 2 സ്റ്റെപ്പ് ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് ഫ്ലോ ഓഫ് തിയറി എന്ന് പറയുന്ന സങ്കല്പം കൊണ്ടുവരുന്നത്. അപ്പം സോഴ്സിൽ നിന്ന് ഇൻഫർമേഷൻ ഡയറക്റ്റ് ആയിട്ട് പബ്ലിക്കിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളിലേക്ക് എത്തുന്നില്ല. മറിച്ച് അതിനിടയ്ക്ക് ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരു ഇന്റർഫേസ് പോലെ കുറച്ച് പേര് ആക്ട് ചെയ്യുന്നുണ്ട്. അവരെയാണ് നമ്മൾ ഒപ്പീനിയൻ ലീഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ സോഴ്സിൽ ഇൻഫർമേഷൻ നേരിട്ട് എത്തുന്നത് ഈ ഒപ്പീനിയൻ ലീഡേഴ്സിന്. ഈ ഒപ്പീനിയൻ ലീഡേഴ്സിന് അവരുടെ ഇഷ്ടാനുസരണം വാർത്തകളെ വളച്ചൊടിക്കാനും ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള കുറച്ച് ഒരു ഗേറ്റ് കീപ്പിംഗ് പ്രോസസ് ഒക്കെ നടത്തി, അതായത് കുറെ കാര്യങ്ങൾ എലിമിനേറ്റ് ചെയ്യും, കുറെ കാര്യങ്ങൾ അവരുടെ പെർസ്പെക്റ്റീവിൽ ആഡ് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. അപ്പം ആ രീതിയിൽ ഒപ്പീനിയൻ ഫോർമേഷന് സഹായകമാകും അല്ലെങ്കിൽ കാരണമാകുന്നുണ്ട് ഈ ഒപ്പീനിയൻ ലീഡേഴ്സ് എന്ന് പറയുന്ന തിയറിയാണ് 2 സ്റ്റെപ്പ് ഫ്ലോ മോഡൽ തിയറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് ഫ്ലോ തിയറി എന്ന് പറയുന്നത്. അപ്പം 2 സ്റ്റെപ്പുകളുണ്ട്. കമ്മ്യൂണിക്കേഷന്റെ ഫ്ലോയ്ക്ക് 2 സ്റ്റെപ്പുകളുണ്ട്. ഒഴുക്കിന്, ഫ്ലോ ഓഫ് ഇൻഫർമേഷന് 2 സ്റ്റെപ്പുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് സോഴ്സിൽ നിന്നും ഒപ്പീനിയൻ ലീഡേഴ്സിലേക്ക്. ഈ ഒപ്പീനിയൻ ലീഡേഴ്സിൽ നിന്ന് ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ ഫ്ലേവേർഡ് ആയിട്ടുള്ള അവരുടെ ഒപ്പീനിയൻ ലീഡറിന്റെ ചായ്വുകൾ അനുസരിച്ച്, ബയാസസ് അനുസരിച്ച്, ലൈക്സും ഡിസ്ലൈക്സും അനുസരിച്ച് ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഓഡിയൻസിലേക്ക് എത്തുന്നത്. അതാണ് 2 സ്റ്റെപ്പ് ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ പറയുന്നത്. അപ്പൊ നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷനിൽ ഈ ഒപ്പീനിയൻ ലീഡേഴ്സിന് വളരെ നിർണായകമായിട്ടുള്ള ഒരു റോൾ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് 2 സ്റ്റെപ്പ് ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ അല്ലെ 2 സ്റ്റെപ്പ് ഫ്ലോ തിയറി പറയുന്നത്. അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ ഇൻഫർമേഷൻ പബ്ലിക് ഒപ്പീനിയൻ കാര്യം പറയുമ്പോൾ മീഡിയയുടെ ഇമ്പാക്റ്റ് പറയുന്ന തിയറീസ് എല്ലാം മീഡിയയ്ക്ക് ഒരു നിർണായകമായിട്ടുള്ള, ഇപ്പം പ്രൈമറി സോഷ്യലൈസിങ് ഏജൻസ് ഫാമിലി ആയിരിക്കാം, റിലീജിയൻ ആയിരിക്കാം, സ്കൂളിംഗ് ആയിരിക്കാം, വർക്ക് പ്ലേസ്, പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ്, ഇതിനെയൊക്കെയാണ് നമ്മൾ പ്രൈമറി സോഷ്യലൈസിങ് ഏജൻസ് ആയിട്ട് പറയുന്നത്. അപ്പൊ നമ്മുടെ ചിന്തയാണെങ്കിലും സ്വഭാവമാണെങ്കിലും രൂപീകരിക്കുന്നതിൽ ഈ പറയുന്ന പ്രൈമറി സോഷ്യലൈസിങ് ഏജൻസ് ഉൾപ്പെടുന്ന സോഷ്യൽ എൻവയൺമെന്റിന് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. പിന്നെ പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷൻ അല്ലെ ഒപ്പീനിയൻ ഫോർമേഷൻ ഏത് രീതിയിലാണെങ്കിലും അതിനെ നിർണായകമായിട്ട് സ്വാധീനം ചെലുത്തുന്നത് മാസ് മീഡിയ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ ഒപ്പീനിയൻ ലീഡേഴ്സിന് ഒരു റോളുണ്ട്. പിന്നെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ, നമ്മൾ ഇപ്പൊ കൾച്ചറൽ ഓർഗനൈസേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള നമ്മളുടെ സോഷ്യൽ അസോസിയേഷൻസിനൊക്കെ ഇൻഫ്ലുവൻസ് ചെലുത്താനായിട്ട് പറ്റും. അപ്പം മീഡിയയുടെ ഫോക്കസ് ചെയ്തിട്ടാണ്
പ്രധാനമായിട്ടും നമ്മൾ ഈ പബ്ലിക് ഒപ്പീനിയൻ തിയറിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് മീഡിയക്ക് ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റുന്നത് പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷൻ. അപ്പം മീഡിയയുടെ ഒരു പെർസ്പെക്റ്റീവിലാണ്, അല്ലെ മീഡിയക്ക് ചെലുത്താൻ പറ്റുന്ന ഇൻഫ്ലുവൻസിന്റെ പെർസ്പെക്റ്റീവിലാണ് പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷന്റെ ഏത് എന്താ പറയാ പല ആസ്പെക്റ്റുകള്, ഇപ്പൊ കൾച്ചറൽ ആസ്പെക്റ്റുകളുണ്ട്, സൈക്കോളജിക്കൽ ആസ്പെക്റ്റുകളുണ്ട്. അപ്പം ഇതിനൊക്കെ മേളിൽ നമ്മൾ മീഡിയ ആണ് പ്ലേസ് ചെയ്യുന്നത്. മീഡിയക്ക് എങ്ങനെ പൊതുജനാഭിപ്രായ രൂപീകരണം നടത്താൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ തിയറികളൊക്കെ മാത്രം എംഫസൈസ് ചെയ്യുന്നത്. മീഡിയയുടെ ഇമ്പാക്ട് തിയറികൾ ധാരാളം നമ്മൾ പറയാറുണ്ട്. ലോങ് ടേം ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറയാറുണ്ട്, ലിമിറ്റഡ് ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറയാറുണ്ട്, അതേപോലെ തന്നെ ഷോർട്ട് ടേം ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറയാറുണ്ട്. ഡയറക്റ്റ് ആയിട്ടും അതേപോലെ തന്നെ പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ നമ്മൾ റിയാക്ട് ചെയ്യുന്ന രീതിയിലുള്ള മീഡിയയുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ചൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ തിയറീസിൽ പറയാറുണ്ട്. പ്രത്യേകമായിട്ട് മീഡിയ ഇമ്പാക്ട് തിയറീസ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഈ മീഡിയക്ക് ഒരു നിർണായകമായ സ്വാധീനം പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷനിൽ, കാരണം ഒരു വലിയ സോഴ്സ് ഇൻഫർമേഷന്റെ മീഡിയ എന്ന് പറയുന്നത്. അപ്പം അതുപോലെ ക്രെഡിബിലിറ്റിയുടെ എലമെന്റും കൂടെ അതിനകത്തുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് മീഡിയയുടെ ഒരു റോളാണ് പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷനിൽ പ്രധാനമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്, തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ. അപ്പം അങ്ങനെ മീഡിയയുടെ നിർണായകമായിട്ടുള്ള ഒരു റോള് പറയുന്ന തിയറിയാണ് അജണ്ട സെറ്റിംഗ് തിയറി. അതിന് മുന്നേ ഇങ്ങനെ നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ തിയറിയെ കുറിച്ചൊക്കെ നോക്കുമ്പോൾ 2-3 തിയറികൾ ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് പറയാറുണ്ട്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഒന്ന് സൂചിപ്പിച്ചായിരുന്നു, ഹൈപ്പോഡെർമിക് നീഡിൽ തിയറി എന്ന് പറയുന്നത്. ഹൈപ്പോഡെർമിക് നീഡിൽ തിയറി അല്ലെങ്കിൽ നമ്മൾ അതിനെ വേറൊരു പേരിൽ പറയുന്നത് മാജിക് ബുള്ളറ്റ് തിയറി എന്ന് പറയുക. ഹൈപ്പോഡെർമിക് നീഡിൽ തിയറിയും മാജിക് ബുള്ളറ്റ് തിയറി. ഹൈപ്പോഡെർമിക് നീഡിൽ തിയറി പറയുന്നത് പിന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്ന നമ്മുടെ സ്കിന്നിന്റെ ഏറ്റവും ഔട്ടർ ലെയർ, ത്വക്കിന്റെ ഔട്ടർ ലെയറിനെയാണല്ലോ ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നത്. അപ്പൊ അതില് എങ്ങനെയാണോ ഒരു പിന്നെ സിറിഞ്ച് വെച്ച് നമ്മള് മരുന്ന് എങ്ങനെയാണോ ഇഞ്ചെക്ട് ചെയ്യുന്നത്, അതേപോലെ ചില ആശയങ്ങള് നമ്മളുടെ ഉള്ളിലേക്ക് മീഡിയ വളരെ പെട്ടെന്ന് ഇഞ്ചെക്ട് ചെയ്ത് കയറ്റിവിടുന്നു എന്നുള്ളതാണ്. അപ്പം ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്ന പോലെ, ഇപ്പൊ ഒരു ടാബ്ലറ്റ് കഴിക്കുകയാണെങ്കിൽ അത് ഡൈജഷൻ ഒക്കെ നടന്ന് ബോഡിയിൽ അതിന്റെ ഇമ്പാക്ട് ഉണ്ടാകാൻ കുറച്ച് സമയം എടുക്കും. അതേസമയം ഒരു ഇഞ്ചക്ഷൻ ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അത് വെയിനിലേക്ക് എത്തുമ്പോൾ പിന്നെ പെട്ടെന്ന് കുറച്ചുകൂടെ പെട്ടെന്ന് അതിന്റെ ഒരു ഇമ്പാക്ട് ബോഡിയിൽ ഉണ്ടാകും. ഇതേപോലെ ഹൈപ്പോഡെർമിക് നീഡിൽ തിയറി പറയുന്നത് നമ്മുടെ പിന്നെ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് എങ്ങനെയാണോ ഒരു സിറിഞ്ചിലൂടെ മരുന്ന് കുത്തിവെക്കുന്ന, അതേപോലെ മീഡിയ അതിന്റെ ആശയങ്ങളെ നമ്മുടെ ഉള്ളിൽ കുത്തി നിറയ്ക്കുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഹൈപ്പോഡെർമിക് നീഡിൽ തിയറി പറയുന്നത്. ഇത് തന്നെ നമ്മൾ മറ്റൊരു പേരിൽ മാജിക് ബുള്ളറ്റ് തിയറി എന്ന് പറയുന്നത്. മീഡിയ ഒരു ഗണ്ണായിട്ട് ആക്ട് ചെയ്യുന്നു. മാജിക് ബുള്ളറ്റ് അതാണ് മീഡിയയുടെ കണ്ടന്റ് അല്ലെങ്കിൽ മെസ്സേജ്. ന്യൂസ് ആകാം, വ്യൂസ് ആകാം, ചിലപ്പോൾ ഒരു എഡിറ്റോറിയൽ പീസ് ആകാം. ഇതൊക്കെ ഒരു മാജിക് ബുള്ളറ്റ് പോലെ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. അപ്പം ഒരു ബുള്ളറ്റ് നമ്മുടെ ശരീരത്തിൽ കൊണ്ടാൽ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്ട്, സഡൻ ആയിട്ടുള്ള ഒരു ഇമ്പാക്ട്. അപ്പൊ അത്രയും സഡൻ ആയിട്ട് നമുക്ക് മീഡിയയുടെ കണ്ടന്റ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പം എന്താ പറയാ, സിനിമയിലൊക്കെ ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട്, നായകന്റെ എൻട്രി എന്ന് പറയുന്നത്. അപ്പം ആളുകൾ കൈയടിക്കുകയും കൂക്ക് വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് സഡൻ ആയിട്ടുണ്ടാകുന്ന ഒരു ഇമ്പാക്ട്. അപ്പം പെട്ടെന്ന് തന്നെ അത് ഇല്ലാതാകുകയും ചെയ്യും, പെട്ടെന്ന് ഉണ്ടാകുകയും ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള ചില ഇൻഫ്ലുവൻസ് മീഡിയക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പം പെട്ടെന്നുള്ള ഒരു സഡൻ ഇമ്പാക്ട് ഉണ്ട്. വളരെ ഷോർട്ട് ടേം ഇമ്പാക്റ്റ് ആണ്, പക്ഷെ സഡൻ ആണ്, ഡയറക്റ്റ് ആണ്. ഇതിനെയാണ് നമ്മള് എന്താ പറയാ ഹൈപ്പോഡെർമിക് നീഡിൽ തിയറി എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ട്, അല്ലെങ്കിൽ മാജിക് ബുള്ളറ്റ് തിയറി എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. പിന്നെ ഉള്ളത് ലോങ് ടേം ഇഫക്റ്റ് ഓഫ് മീഡിയ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റില്
കൾട്ടിവേഷൻ തിയറിയും ഈ പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷന്റെ ഭാഗമായിട്ട് പറയാറുണ്ട്. കൾട്ടിവേഷൻ തിയറി അറിയാമല്ലോ, കൾട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ. ജോർജ് ഗെർബ്നർ എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ തിയറിസ്റ്റ് അമേരിക്കയിലെ ടെലിവിഷൻ വ്യൂവേഴ്സിന്റെ ഇടയിൽ നടത്തിയ എന്താ പറയാ റിസർച്ചിന്റെ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പോസ്റ്റുലേറ്റ് ചെയ്ത തിയറിയാണ് കൾട്ടിവേഷൻ തിയറി. വേറൊന്നുമില്ല, ലോങ് ടേം ഇമ്പാക്ട് ഓഫ് മീഡിയ ആണ് കൾട്ടിവേഷൻ തിയറി പറയുന്നത്. കൾട്ടിവേഷൻ എന്നുള്ള വാക്കൊന്ന് മനസ്സിൽ കൊണ്ടുവരുവാണെങ്കിൽ കൾട്ടിവേഷൻ തിയറി നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പം. കാരണം കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എന്താ കൃഷി നടത്തുക എന്നുള്ളത്. അപ്പൊ കൃഷി നടത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നിലം ഒരുക്കണം, പിന്നെ അതിനകത്തെ കളയൊക്കെ പറിച്ചു കളയണം, പിന്നെ മണ്ണ് അതിനനുയോജ്യമാകണം, വളമിടണം, വിത്തിടണം, വിത്ത് മുളയ്ക്കണം, ഇല വരണം, അങ്ങനെ അതൊരു ചെടിയായിട്ട് രൂപം പ്രാപിച്ച് പൂവോ കായോ ഒക്കെ ഉണ്ടാവുന്ന ഒരു ചെടിയായിട്ട് അതിനെ മാറ്റണം. അപ്പൊ അതൊരു കുറെ നാളുകൊണ്ടുള്ള ശ്രമമാണ്. അപ്പം പലപ്പോഴും പിന്നെ കൾട്ടിവേഷൻ തിയറി പറയുന്നത് ചെറിയ 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 രീതിയിൽ നമ്മളിൽ ചിലപ്പം വിഷ്വലായിട്ടായിരിക്കാം, മറ്റ് ആളുകളിൽ നിന്ന് കേൾക്കുന്നതായിരിക്കാം, നമ്മൾ കാണുന്ന ടെലിവിഷനിലൂടെ കാണുന്ന കാഴ്ചകളായിരിക്കാം. ഇതിങ്ങനെ ഈ പറയുന്ന രീതിയിൽ, അതായത് നമ്മുടെ മനസ്സിൽ ചില നട്ട് വളർത്തലുകൾ നടത്തുന്നുണ്ട്. അത് വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇതായിട്ടാണ് നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്നത്. കാരണം കാലങ്ങളായിട്ട് മീഡിയ നമ്മുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ചില പ്രതീതികളും ബിംബങ്ങളും ഇമേജുകളും ഒക്കെ നട്ടുപിടിപ്പിക്കുക. അതായത് പിന്നെ എന്താ ഒരു ട്രൈബൽ ഹെഡ് എന്ന് പറയുമ്പോൾ, ഒരു ഗോത്ര തലവൻ എന്ന് പറയുമ്പോൾ, നമുക്ക് ഈ ഗോത്ര തലവൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കുറെ ഇമേജസ് നമ്മുടെ മനസ്സിലേക്ക് വരുവാണ്. ഈ മനസ്സിലേക്ക് വരുന്ന ഇമേജസ് ഒക്കെ ഈ കൾട്ടിവേഷന്റെ ഇമ്പാക്റ്റ്. അതായത് നമ്മുടെ മനസ്സിൽ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ആശയങ്ങളൊക്കെ ഉണ്ട്. അപ്പം ചില രൂപങ്ങളുണ്ട്. ഇപ്പൊ ഒരു ഗോത്ര തലവൻ എന്ന് പറയുമ്പം ചിലപ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അതിനെ നമ്മുടെ മനസ്സിൽ ഒരു ഇമേജ് കൊടുക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ എന്താ പറയുക സ്കിൻ ടോൺ പോലും നമ്മുടെ മനസ്സിൽ വരും, അല്ലെ? പിന്നെ എന്താ പറയുന്ന എങ്ങനെയായിരിക്കും അതിനെ നമ്മൾ വിഭാവനം ചെയ്യുന്നതെന്നുള്ളത് ചിലപ്പം ചെറുപ്പത്തിൽ കേട്ട കഥ തൊട്ട് വരുന്ന ഓരോ മാധ്യമത്തിന്റെ ഇൻഫ്ലുവൻസ് അതിനകത്തുണ്ടാകും. അപ്പൊ അതുകൊണ്ടാണ് കൾട്ടിവേഷൻ തിയറി ഒരു ലോങ് ടേം ഇഫക്റ്റ് ആണെന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് ഏത് മീഡിയമാണോ ആ മീഡിയം തരുന്ന ഇൻഫർമേഷൻ ആയിരിക്കും നമ്മളുടെ ഇത്തരത്തിലുള്ള ഇമേജ് ഫോർമേഷന് കാരണമാകുന്നത്, അല്ലെ ഒപ്പീനിയൻ ഫോർമേഷന് കാരണമാകുന്നത്. അപ്പൊ ഈ ഒരു ലോങ് ടേം ഇഫക്റ്റ് ആണ് കൾട്ടിവേഷൻ തിയറിയിലൂടെ ജോർജ് ഗെർബ്നർ പറയുന്നത്. അപ്പം ഹൈപ്പോഡെർമിക് നീഡിൽ തിയറി ആണെങ്കിലും മാജിക് ബുള്ളറ്റ് തിയറി ആണെങ്കിലും കൾട്ടിവേഷൻ തിയറി ഒക്കെ ആണെങ്കിലും മീഡിയയുടെ ഇമ്പാക്റ്റുകൾ പറയുന്ന തിയറി ആണെങ്കിൽ പോലും ചില ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഈ പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷന് ഈ പറയുന്ന തിയറീസിനെയൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന ഒരു തിയറി എന്ന് പറയുന്നത് അജണ്ട സെറ്റിംഗ് തിയറി. അജണ്ട സെറ്റിംഗ്, ആ വാക്ക് തന്നെയുണ്ട്, അജണ്ട. നമ്മളൊരു മീറ്റിങ്ങിലൊക്കെ പോകുമ്പോൾ നമ്മൾ അതിന്റെ കാര്യപരിപാടിയുടെ അല്ലെങ്കിൽ ഉപക്രമം എന്നൊക്കെ പറയുന്ന സംഭവമാണല്ലോ ഈ അജണ്ട. എന്തൊക്കെയാണ് തീരുമാനം എന്നുള്ളത് നമുക്കൊരു മുൻകൂട്ടി നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഒരു മുന്നൊരുക്കം നടത്തിയിട്ടാണ് നമ്മൾ അവിടെ ഒരു യോഗം സംഘടിപ്പിക്കുന്നത്. അപ്പൊ അതേപോലെ അജണ്ട സെറ്റിംഗ് തിയറി എന്ന് പറയുന്നത് മീഡിയ ചില അജണ്ടകൾ സെറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അജണ്ട സെറ്റിംഗ് തിയറിയിലൂടെ മാക്സ്വെൽ മാക്കോംബും ഡൊണാൾഡ് ഷായും പറയുന്നത്. അജണ്ട സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. മീഡിയക്ക് സർട്ടൺ അജണ്ടാസ് ഉണ്ട്, അത് ആളുകളിലേക്ക് എത്തിക്കുക. അതൊരു വാർത്തയായിരിക്കാം, ആ വാർത്തയെ പ്രത്യേക രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നതിലൂടെ പിന്നെ എന്താണ് ഒരു സർട്ടൺ അജണ്ടാസ് വ്യൂവേഴ്സിന്റെ അല്ലെ റീഡേഴ്സിന്റെ മനസ്സിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അജണ്ട സെറ്റിംഗ് തിയറി പ്രധാനമായിട്ടും പറഞ്ഞു വെക്കുന്നത്. അതായത് 2-3 രീതിയിലാണ് ഈ അജണ്ട സെറ്റിംഗ് മീഡിയ നടത്തുന്നത് എന്ന്. പ്രധാനമായിട്ടുള്ള 2 കാര്യങ്ങൾ മീഡിയയുടെ മെത്തേഡുകൾ, അജണ്ട സെറ്റിങ്ങിലുള്ള മെത്തേഡുകൾ, ഒന്നെന്ന് പറയുന്നത് പ്രൈമിങ് എന്നുള്ളതാണ്. പ്രൈമിങ് എന്ന് പറയുന്നത് പ്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രൈം തന്നെ, പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്ന പോലെ പ്രൈമിംഗ് എന്ന് പറയുന്നത് നമ്മൾ ചില കാര്യങ്ങൾക്ക്, ചില വാർത്തകൾക്ക് മറ്റു വാർത്തകളെക്കാൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ പൊസിഷൻ ചെയ്യുന്നു. ചിലപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് വിഷ്വൽ മീഡിയ ആണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ സമയമായിരിക്കും പ്രൈമിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, കൂടുതൽ സമയമായിരിക്കും. അപ്പം പ്രിന്റ് മീഡിയ ആണെങ്കിൽ കൂടുതൽ സ്പേസ് ആയിരിക്കും ആ വാർത്തകൾ, ഇപ്പൊ ഫോളോ അപ്പ് സ്റ്റോറീസും ഒക്കെ ആയിട്ട് ആ വാർത്തയെ ഇങ്ങനെ കൂടുതൽ സമയം ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് വിഷ്വൽ മീഡിയ ശ്രമിക്കുന്നു. കൂടുതൽ സ്പേസ് ഉപയോഗിച്ച് അതിനെ, അല്ലെങ്കിൽ സ്പേസിങ്ങിന്റെ ആസ്പെക്റ്റുകൾ, ഇപ്പൊ 1ാം പേജിലായിരിക്കാം ആ വാർത്ത കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു ബാനർ ഹെഡ്ലൈൻ ഉപയോഗിച്ചായിരിക്കാം ആ വാർത്തയെ പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ അത് പരമപ്രധാനമാണ് എന്ന് തോന്നുന്ന രീതിയിൽ ചില വാർത്തകളെ നമ്മൾ പ്ലേസ് ചെയ്യുന്നു. അതിനാണ് പ്രൈമിങ് എന്നുള്ളത് പറഞ്ഞത്. പ്രൈം, ഇമ്പോർട്ടൻസ് കൂട്ടി, അതിന് മറ്റുള്ള വാർത്തകളെക്കാട്ടി കൂടുതൽ പ്രാധാന്യമുള്ള വാർത്തയാണെന്ന് തോന്നുന്ന രീതിയിൽ, പ്രതീതി ജനിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ അജണ്ട സെറ്റ് ചെയ്യുന്നു. അപ്പൊ മറ്റു വാർത്തകൾ തമസ്കരിക്കപ്പെടണം, ഈ വാർത്തയ്ക്ക് ഹൈലൈറ്റ് കിട്ടണം, അല്ലെ ഇത് ഹൈലൈറ്റ് ചെയ്യപ്പെടണം എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് പ്രൈമിങ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ഉള്ള മീഡിയയുടെ മറ്റൊരു ആക്ടിവിറ്റിയാണ് നമ്മൾ എന്താണ് ഫ്രെയിമിങ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഫ്രെയിമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചട്ടക്കൂടിലൂടെ വാർത്തയെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നു. ഒരു പ്രത്യേക ഫ്രെയിം, നമ്മൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ന്യൂസ് ആംഗിൾ അതിനെ സെറ്റ് ചെയ്യുന്നു. ഒരു പ്രത്യേക കാഴ്ചപ്പാടിലൂടെ നമുക്കിഷ്ടമുള്ള ഒരു പെർസ്പെക്റ്റീവിലായിരിക്കും നമ്മൾ ആ വാർത്തയെ അവതരിപ്പിക്കുന്നത്. ഇപ്പം വാതിലിന്റെയും ജനലിന്റെയും ഒക്കെ ചട്ടക്കൂടുണ്ടല്ലോ, അപ്പൊ ആ ഒരു ചട്ടക്കൂട് നമ്മൾ ഫ്രെയിം എന്ന് പറയുന്നത്, ആ ഫ്രെയിമിലായിരിക്കും ആ വാർത്തയെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ആ ഫ്രെയിം എന്ന് പറയുന്നത് മീഡിയ സെറ്റ് ചെയ്യും. ഈ രണ്ട് രീതിയാണ് വളരെ പോപ്പുലർ ആയിട്ട് അജണ്ട സെറ്റിംഗ് എന്നുള്ള കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് പ്രൈമിങ്ങും, രണ്ടാമത്തേത് ഫ്രെയിമിങ്ങും. പ്രൈമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചില വാർത്തകളെ നമ്മുടെ താല്പര്യം, മീഡിയയുടെ താല്പര്യമാണ്, അല്ലെങ്കിൽ അതിന്റെ എഡിറ്റോറിയൽ പോളിസി ആയിരിക്കും ഇന്ന വാർത്ത ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പം ദൃശ്യമാധ്യമങ്ങളാണെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് അത് ചിലപ്പോൾ റെപ്പിറ്റീഷൻ ആയിരിക്കാം ഉപയോഗിക്കുന്ന മെത്തേഡ്, ആവർത്തിച്ച് കാണിക്കുമായിരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ സമയമായിരിക്കാം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ന്യൂസ് ബേസ്ഡ് പ്രോഗ്രാംസിന്റെ അവതരണത്തിലൂടെ ആയിരിക്കാം ഈ പ്രൈമിങ്. ഇപ്പം ന്യൂസ് അവർ എന്താ പറയുക, ഡിബേറ്റുകൾ നടക്കുന്ന, അതിലേക്ക് ഈ വിഷയം തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുമായിരിക്കും, അല്ലെ അവരെ കൂടുതൽ പ്രാവശ്യം ഇത് കേൾപ്പിക്കുക, അറിയാമല്ലോ. അപ്പൊ അത്തരത്തിലുള്ള പ്രൈമിങ് സാധ്യതകൾ നടത്തുന്നുണ്ട്. മറ്റു വാർത്തകളെക്കാട്ടി കൂടുതൽ വാർത്താ പ്രാധാന്യം ഒരു വാർത്തയ്ക്ക് കൊടുത്തുകൊണ്ട് മീഡിയ അജണ്ട സെറ്റ് ചെയ്യുന്നു. പിന്നെ ഉള്ളത് ഫ്രെയിമിംഗ് ആണ്. ഫ്രെയിമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വീക്ഷണ കോണിലൂടെ, ന്യൂസ് ആംഗിളിലൂടെ ആ വാർത്തയെ ഒരു പ്രത്യേക ഫ്രെയിമിലൂടെ അവതരിപ്പിക്കുന്നു. അപ്പൊ അതിലൂടെ ആ വാർത്തയ്ക്ക് ചില എന്താ പറയുന്നത് ഗേറ്റ് കീപ്പിംഗ് ടെക്നിക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഗേറ്റ് കീപ്പിംഗ് സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. മറിച്ച് അതിന്റെ ഒരു പ്രസന്റേഷനിലുള്ള വ്യത്യസ്തമായ രീതി കൊണ്ട് ആ വാർത്തയെ വേറൊരു വീക്ഷണ കോണിലൂടെ നോക്കാനായിട്ട് റീഡറെയോ വ്യൂവറെയോ ഒക്കെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ അതിനെ ഫ്രെയിം ചെയ്യുന്നു എന്നുള്ളതാണ് പിന്നെ അജണ്ട സെറ്റിങ്ങിൽ പറയുന്ന മറ്റൊരു കോൺസെപ്റ്റ്. പ്രധാനമായിട്ടും പ്രൈമിങ്ങും ഫ്രെയിമിങ്ങുമാണ് പറയുന്നത്. പിന്നെയുള്ള പബ്ലിക് റിലേഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ ബന്ധപ്പെട്ട് പറയുന്ന പബ്ലിക് റിലേഷൻ ഒഫീഷ്യൽസിനെ, പ്രൊഫഷണൽസിനെയൊക്കെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരൂടെ ഉണ്ട്, സ്പിൻ ഡോക്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്, SPIN, സ്പിൻ ഡോക്ടേഴ്സ്. അല്ലെങ്കിൽ അജണ്ട സെറ്റിങ്ങിൽ ഈ സ്പിൻ ഡോക്ട്രിൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. സ്പിൻ ഡോക്ട്രിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മളില്ല ഇത്ര മാത്രം ഓർത്തിരുന്നാൽ മതി. നമ്മളൊരു പമ്പരം കാണുന്നുണ്ട്,
അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ള കാഴ്ച വ്യത്യസ്തമാണ്. പമ്പരം എന്താ യഥാർത്ഥത്തിൽ എന്നുള്ളത് ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ യഥാർത്ഥ കാരണം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ പറയുന്നതിനെയാണ് സ്പിൻ ഡോക്ടറിങ് എന്ന് പറയുന്നത്. മീഡിയ ആ രീതിയിലും പിന്നെ കാര്യങ്ങളെ എന്താ പറയുക അവതരിപ്പിക്കാറുണ്ട്. അപ്പൊ എന്താണ് ഒരാൾ കൈപ്പറ്റിയായിരുന്നു. എന്തെങ്കിലും ചോദിക്കാനാണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. പാർവതി പറയുന്ന കുട്ടി എന്താ അത് അറിയാതായതാ തോന്നുന്നുണ്ട്. എന്തെങ്കിലും ചോദിക്കാനാണോ പാർവതി? അല്ല തോന്നുന്നു. ഓക്കെ ചേച്ചി കണ്ടിന്യൂ ചെയ്തു. അപ്പൊ സ്പിൻ ഡോക്ടറിങ് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അതായത് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ എക്സാമ്പിൾ, പമ്പരം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതായത് പമ്പരം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പമ്പരം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകത്തില്ല. പമ്പരം സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുമ്പോൾ മാത്രമേ അതിന്റെ ഷേപ്പ് എന്താ അതെന്താണെന്നുള്ളത് നമുക്ക് കൃത്യം മനസ്സിലാകത്തില്ല. അപ്പൊ ഈ ഒരു ഫിനോമിനൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക നമ്മള് കൂടുതൽ സങ്കീർണമായിട്ടുള്ള രീതിയിൽ, വളരെ ലഘുവായിട്ടുള്ള ഒരു കാര്യത്തെ കുറച്ച് സങ്കീർണമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്പിൻ ഡോക്ടറിങ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ പ്രൊപ്പഗാൻഡ പറഞ്ഞ പോലെ തന്നെ സ്പിൻ ഡോക്ടറിങ്ങിന് ചില മെത്തേഡുകളൊക്കെ ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് സെലക്റ്റീവ് ഡിസ്ക്ലോഷർ എന്ന് നമ്മൾ പറയും. അതായത് നമ്മൾ പോസിറ്റീവായിട്ട് മാത്രം ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് ഫാക്ടേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ എലമെന്റ്സിനെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ അതർ സൈഡ് നമ്മൾ പറയുന്നേ ഇല്ല. അതിന് സ്പിൻ ഡോക്ടറിങ് പറയുന്നത് സെലക്റ്റീവ് ഡിസ്ക്ലോഷർ എന്നുള്ള ഒരു ടേം ഉപയോഗിച്ചാണ് സ്പിൻ ഡോക്ടറിങ് പറയുന്നത്. ചില കാര്യങ്ങൾ മാത്രം പറയുക, അതിനെ പോസിറ്റീവായിട്ട് മാത്രം നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുക, അതിൻ്റെ നെഗറ്റീവ് ആയിട്ടുള്ള അഡ്വേഴ്സ് ആയിട്ടുള്ള വശങ്ങളെ കുറിച്ച് പറയുകയില്ല, മനഃപൂർവ്വം പറയാതിരിക്കുക. അതിനാണ് സെലക്റ്റീവ് ഡിസ്ക്ലോഷർ എന്ന് സ്പിന്നിങ്ങിൽ നമ്മൾ പറയുന്നത്, സ്പിൻ ഡോക്ടറിങ്ങിൽ പറയുന്നത്. പിന്നെ ഉള്ളതാണ് ഡിഫ്ലെക്ഷൻ എന്ന് പറയും. അതായത് ഒരു വിഷയം വളരെ പരമപ്രാധാന്യത്തോടെ എല്ലാവരും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അതിനെ ആ ഒരു ഫോക്കസ് ഷിഫ്റ്റ് നടത്തുക എന്ന് പറയുന്നത്. അതായത് വേറെ അപ്രധാനമായിട്ടുള്ളൊരു വാർത്തയിലേക്ക് നമ്മൾ മീഡിയ ജനങ്ങളുടെ ശ്രദ്ധയെ ആകർഷിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. വളരെ നിർണായകമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പോളിസി ഡിബേറ്റ് ആയിരിക്കും നടക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ കൂടുതൽ ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം വേറെ ഒരു ഏതെങ്കിലും മറ്റൊരു വിഷയത്തിലേക്ക് മീഡിയയുടെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷിഫ്റ്റിംഗ് അറ്റൻഷൻ എന്നുള്ളതാണ് ഡിഫ്ലെക്ഷൻ എന്നുള്ളത് കൊണ്ട് സ്പിൻ ഡോക്ടറിങ്ങിലെ മറ്റൊരു ടെക്നിക്കാണ് ഡിഫ്ലെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ യൂഫെമിസം എന്ന് പറയാറുണ്ട്. അതായത് നമുക്ക് എന്താ പറയുക, ഈ പരുഷമായിട്ട് പറയാതെ വളരെ മൃദുവായിട്ടൊരു കാര്യത്തെ പറയുക എന്നുള്ള രീതി. പിന്നെ സർജിക്കൽ സ്ട്രൈക്ക് എന്നൊരു മിലിറ്ററി അറ്റാക്കിനെ നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുക. അപ്പം ഈ പറയുന്ന മിലിറ്ററി അറ്റാക്കിന്റെ ഒരു തീവ്രതയൊന്നും അല്ല, വേറെ എന്തോ ഒരു സംഭവമായിട്ടാണ് നമ്മുടെ മനസ്സിൽ ഇത് അവശേഷിക്കുന്നത്, ഈ ഒരു വാക്ക് കോയിൻ ചെയ്യുന്നതിലൂടെ. അപ്പം അത്തരത്തിൽ പരുഷമാക്കാതെ അല്ലെ കഠിനമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ, ഈ കഠിനമായിട്ടുള്ള ഇമ്പാക്റ്റ് ആയിരിക്കും ആ വിഷയത്തിനുള്ളത്, പക്ഷെ അതിനെ വളരെ മൃദുവായിട്ട് പറയുന്ന
രീതിക്കാണ് യൂഫെമിസം എന്ന് പറയാറുള്ളത്. അതും സ്പിൻ ഡോക്ടറിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. പിന്നെ ഉള്ളതാണ് ചെറി പിക്കിംഗ് എന്ന് പറയും. ചെറി പിക്കിംഗ്, ചിലപ്പോൾ ഈ ചെറി പിക്കിംഗ് എന്നൊക്കെ പറയുന്നത് 2 മാർക്സിനൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാമേ. സാധാരണ ഞാൻ കണ്ടിട്ടുണ്ട് PR-ന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെറി പിക്കിംഗ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതായത് നമ്മളിങ്ങനെ ഈ കേക്കിന്റെ ഒക്കെ മേളിൽ ഇരിക്കുന്ന ചെറി, അല്ലെങ്കിൽ പ്ലം കേക്കിലൊക്കെയുള്ള ചെറി, അങ്ങനെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അത് മാത്രം എടുത്ത് നോക്കാനൊക്കെ ഉള്ള, ബാക്കിയുള്ള സാധനത്തിന്റെ ടേസ്റ്റിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാധനം അതിനകത്തുനിന്ന് നമ്മൾ പിക്ക് ചെയ്യുന്ന ഒരു മെത്തേഡ് പോലെയാണ് ഈ ചെറി പിക്കിംഗ് എന്ന് പറയുന്ന സാധ്യതയെ കാണുന്നത്. അതായത് പിന്നെ ഇപ്പം മീഡിയ പറയുകയാണ് കഴിഞ്ഞ വർഷം കമ്പാരറ്റീവ്ലി റോഡ് അപകടങ്ങൾ കുറവാണ് എന്ന് പറയും. അപ്പൊ അതിനൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇഫക്റ്റ് ആയിരിക്കും നമ്മുടെ ഉള്ളിലുള്ള, റോഡ് അപകടങ്ങൾ കുറവാണ് എന്ന് പറയും. പക്ഷെ അതിന്റെ ഒരു അതർ സൈഡ് എന്ന് പറയുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള റോഡ് അപകടങ്ങളുടെ കണക്കാണ് നമ്മൾ പറയുന്നത്. റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത റോഡ് അപകടങ്ങൾ ധാരാളമായിട്ടുണ്ട്. പക്ഷെ അത് ഇഗ്നോർ ചെയ്തുകൊണ്ട്, ആ ഒരു വസ്തുത ഇഗ്നോർ ചെയ്തുകൊണ്ട് നമുക്കിഷ്ടമുള്ള പിന്നെ ഒരു വസ്തുതയെ നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്യുന്നതിനാണ് ചെറി പിക്കിംഗ് എന്ന് പറയുന്നത്. ആ രീതിയിൽ വാർത്തയെ അവതരിപ്പിക്കുന്നു. ശരിക്കുള്ള വസ്തുത എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അതിന്റെ ബേസിക് റീസൺ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്നെ അതിന് പകരം നമ്മൾ ഒരു ഫേവറബിൾ സ്റ്റാറ്റിസ്റ്റിക്സ് പിന്നെ ഹൈലൈറ്റ് ചെയ്യുന്നു. അതിനാണ് ചെറി പിക്കിംഗ് എന്ന് പറയുന്നത്. ചെറി പിക്കിംഗ് ഡേറ്റ എന്നും പറയാറുണ്ട്. ചെറി പിക്കിംഗ് ഡേറ്റകൾ അവതരിപ്പിക്കാറുണ്ട്. ഇപ്പം മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കുറവാണ് എന്ന് പറയുന്നു. പ്രസവ സമയത്തെ സ്ത്രീകളുടെ മരണനിരക്ക് കേരളത്തിൽ അല്ലെ ഇന്ത്യയിൽ കുറയുന്നു എന്ന് പറയും. ഇപ്പൊ കല്യാണം കഴിക്കാത്ത സ്ത്രീകളുടെ എണ്ണം കൂടുന്നു എന്നുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അവിടെ ഉണ്ടാവും. അതിനെ മറച്ചു വെക്കുന്നു. മറിച്ച് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ ഒരൊറ്റ ഫാക്ട് മാത്രമായിരിക്കും. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഹാൻഡ് പിക്ക് ചെയ്ത ഒരു ഡേറ്റയെ എക്സിബിറ്റ് ചെയ്യുന്നത്, അതിനാണ് ചെറി പിക്കിംഗ് എന്ന് പറയുന്നത്. പലപ്പോഴും മാധ്യമങ്ങൾ അങ്ങനെ ചെയ്യുന്നു എന്നാണ് അവകാശപ്പെടുന്നത്. അല്ലെങ്കിൽ സ്പിൻ ഡോക്ടറിങ്ങിലുള്ള ഒരു ടെക്നിക്കാണ് ഈ ചെറി പിക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെയുള്ള സർവ്വസാധാരണമായിട്ട് നമ്മൾ കാണുന്ന ഒരു പിന്നെ പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷനിൽ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ബ്ലെയിം ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ബ്ലെയിം ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഴപ്പങ്ങളൊക്കെ പ്രതിപക്ഷം ഭരണപക്ഷത്തിനെ പിന്നെ ബ്ലെയിം ചെയ്യും, ഭരണപക്ഷം പ്രതിപക്ഷത്തെ ബ്ലെയിം ചെയ്യും. നിങ്ങളുടെ കാലഘട്ടത്തിലും ഇതൊക്കെ നടന്നിട്ടില്ലേ എന്ന് പറഞ്ഞ് അതിനെ മാറ്റുന്നതിനാണ് ബ്ലെയിം ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒപ്പണൻസിന്റെ മേൽ പഴിചാരൽ എന്നുള്ള രീതിയിൽ സ്പിൻ ഡോക്ടറിങ് നടത്താറുണ്ട്. പിന്നെ ഉള്ളതാണ് ക്യാരക്ടർ അറ്റാക്സ് എന്ന് പറയുന്നത്. അതും സർവ്വസാധാരണമാണ്. ഏതെങ്കിലും നമ്മൾ ഈ നെയിം കോളിംഗ് എന്നൊക്കെ പറയുന്നൊരു രീതിയെ കുറിച്ച് പറഞ്ഞല്ലോ, അതേപോലെ പരസ്പരം അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ക്യാരക്ടർ അറ്റാക്ക്. ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ സ്പിൻ ഡോക്ടറിങ്ങിന്റെ ടെക്നിക്കുകൾ. അതായത് സെലക്റ്റീവ് ഡിസ്ക്ലോഷർ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് പോസിറ്റീവായിട്ട് മാത്രം ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അവതരിപ്പിക്കുന്നതിനാണ് സെലക്റ്റീവ് ഡിസ്ക്ലോഷർ എന്ന് പറയുന്നത്. മീഡിയ ഇതൊക്കെ രീതികളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സ്പിൻ ഡോക്ടേഴ്സ് ആയിട്ട് മീഡിയ പേഴ്സൺസും മീഡിയ ഹൗസസ് ഒക്കെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. PR-ൽ ഈ പറയുന്ന സാധ്യതകളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. സ്പിൻ ഡോക്ടേഴ്സ് എന്നാണ് പിന്നെ PR പ്രൊഫഷണൽസിനെ വിളിക്കുന്നത്. അപ്പം സ്പിൻ ഡോക്ടറിങ് ടെക്നിക്കാണ് ഒരെണ്ണമാണ് സെലക്റ്റീവ് ഡിസ്ക്ലോഷർ. പിന്നെ രണ്ടാമത്തേതാണ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്നത് അറ്റൻഷൻ ഷിഫ്റ്റ് ചെയ്യുക, ഷിഫ്റ്റിംഗ് അറ്റൻഷൻ എന്നുള്ളതാണ് ഡിഫ്ലക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂഫെമിസം എന്ന് പറയുന്ന മറ്റൊരു രീതിയുണ്ട്. യൂഫെമിസം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ ഹാർഡായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതായിരിക്കാം, പക്ഷെ അതിനെ വളരെ മൈൽഡായിട്ട്
നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നതിനാണ് യൂഫെമിസം എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞ ചെറി പിക്കിംഗ്, നമുക്ക് ആവശ്യമുള്ള കാര്യം മാത്രം, ഫേവറബിൾ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രം ഉപയോഗിക്കുക, മറ്റതിനെ കുറിച്ച് നമ്മൾ ഒരു കാര്യവും പുറത്ത് പറയുന്നേ ഇല്ല. ബ്ലെയിം ഷിഫ്റ്റിംഗ്, ക്യാരക്ടർ അറ്റാക്സ്, ഇതൊക്കെയാണ് സാധാരണ സ്പിൻ ഡോക്ടറിങ്ങിൽ നടക്കുന്നത്. അപ്പം അജണ്ട സെറ്റിങ്ങിൽ ഈ 3 കാര്യങ്ങളെ കുറിച്ച്, മീഡിയ എങ്ങനെയാണ് അജണ്ട സെറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് പിന്നെ ചില വെസ്റ്റഡ് ഇൻട്രസ്റ്റുകളെ വെസ്റ്റഡ് ഇൻട്രസ്റ്റുകൾ കീപ്പ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് മീഡിയ, എന്തൊക്കെ മെത്തേഡുകളാണ് മീഡിയ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അജണ്ട സെറ്റ് ചെയ്യുന്നതിനകത്ത്. അപ്പൊ മീഡിയയുടെ ചില പോളിസി ഉണ്ട്, എഡിറ്റോറിയൽ പോളിസി ഉണ്ട്, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് ചില നിക്ഷിപ്തമായ താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങളൊക്കെ അവർ വാർത്തയുടെ അവതരണത്തിൽ വരുത്തുന്നുണ്ട് എന്നുള്ളതാണ് അജണ്ട സെറ്റിംഗ് തിയറിയിലൂടെ മാക്കോംബും ഡൊണാൾഡ് ഷോയും, മാക്സ്വെൽ മാക്കോംബും ഡൊണാൾഡ് ഷോയും പറഞ്ഞു വയ്ക്കുന്നത്. അപ്പം അതിനുപയോഗിക്കുന്ന ടെക്നിക്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പ്രൈമിങ്, അമിത പ്രാധാന്യം ചില വാർത്തകൾക്ക് കൊടുക്കുന്നു. ഫ്രെയിമിങ്, ചിലതിനെ പ്രത്യേക വീക്ഷണ കോണിലൂടെ അവതരിപ്പിക്കുന്നു. അതേപോലെ തന്നെയുള്ള മറ്റൊരു ടെക്നിക്കാണ് സ്പിൻ ഡോക്ട്രിങ് എന്ന് പറയുന്നത്. സ്പിൻ ഡോക്ട്രിങ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ച് ബ്ലെയിം ഷിഫ്റ്റ് ചെയ്തോ അല്ലെന്നുണ്ടെങ്കിൽ സെലക്റ്റീവ് ഡിസ്ക്ലോഷറിലൂടെയോ യൂഫെമിസം നടത്തുന്നതിലൂടെയോ ചെറി പിക്കിംഗ് ഡേറ്റകൾ അവതരിപ്പിക്കുന്നതിലൂടെയോ ഒക്കെ ആളുകളുടെ അല്ലെങ്കിൽ വായനക്കാരുടെ അല്ലെങ്കിൽ കേൾവിക്കാരുടെ കാഴ്ചക്കാരുടെ ഉള്ളിലേക്ക് നമുക്ക് വേണ്ട രീതിയിൽ ഒരു വാർത്തയെ അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമം മാധ്യമങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നടത്തുന്നു എന്നുള്ളതാണ് അജണ്ട സെറ്റിംഗ് തിയറിയിലൂടെ പറയുന്നത്. അപ്പൊ അതിൽ പ്രൈമിങ്ങും ഫ്രെയിമിങ്ങും സ്പിൻ ഡോക്ടറിങ്, ഈ 3 വാക്കുകളും ആ 3 കോൺസെപ്റ്റുകളും വളരെ ഇമ്പോർട്ടൻ്റ്. അതാണ് അതിൻ്റെ ഒരു ജിസ്റ്റ് എന്ന് പറയുന്നത് അജണ്ട സെറ്റിംഗ് തിയറിയിൽ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഉള്ള ഒരു കോൺസെപ്റ്റ് ഇതുമായിട്ട്, ഈ പബ്ലിക് റിലേഷൻസുമായിട്ടും പബ്ലിക് ഒപ്പീനിയൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പറയുന്ന, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിരിക്കും പബ്ലിക് സ്പിയർ എന്ന് പറയുന്നത്. ഹേബർമാസ്, ഒരു പോസ്റ്റ് മാർസിയൻ തത്വചിന്തകനായിട്ടുള്ള ജർമ്മൻ പൊളിറ്റിക്കൽ തിങ്കറും സോഷ്യോളജിസ്റ്റും ഒക്കെ ആയിട്ടുള്ള ആളാണ് ഹേബർമാസ്. ഹേബർമാസിന്റെ ഒരു അദ്ദേഹം കോയിൻ ചെയ്ത പിന്നെ എന്താണ് ദ സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് പബ്ലിക് സ്പിയർ എന്ന് പറയുന്ന ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഈ പബ്ലിക് സ്പിയർ എന്നുള്ള വാക്ക് വളരെ പോപ്പുലർ ആയിട്ട് വരുന്നത്. അതായത് നമ്മൾ ഈ പറയുന്ന ഫോർത്ത് എസ്റ്റേറ്റ് എന്നൊക്കെയുള്ള ഒരു കോൺസെപ്റ്റിനെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പിന്നെ ന്യൂസ് മീഡിയ ആണ് നമ്മൾ ഫോർത്ത് എസ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നത്. എഡ്മണ്ട് ബർക്കിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പം അതേപോലെ ഉള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇപ്പോഴും അതിനകത്ത് കൂടുതൽ അഡിഷൻസും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക, കൂടുതൽ കൂട്ടിച്ചേർക്കലും കൂടുതൽ ഡിസ്കഷൻസും, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒക്കെ വന്നപ്പം അതിൻ്റെ ഒരു പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷനുള്ള ഇമ്പാക്റ്റിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരു കോൺസെപ്റ്റാണ് പബ്ലിക് സ്പിയർ എന്നുള്ളത്. പബ്ലിക് സ്പിയർ എന്നുള്ള കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹേബർമാസ് ആണ്. അദ്ദേഹത്തിന്റെ ദ സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് പബ്ലിക് സ്പിയർ എന്ന് പറയുന്ന ബുക്കിലാണ് ഈ പബ്ലിക് സ്പിയറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു സ്പേസ്, ഒരു വെർച്വൽ സ്പേസ് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ സ്പേസ് പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷനായിട്ട് സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാരാംശം എന്ന് പറയുന്നത്. അതായത് ആളുകള് ഭയരഹിതമായിട്ട് പിന്നെ അവർ വോളണ്ടറിലി ഡിസ്കഷൻസും ഡിബേറ്റുകളും ഒക്കെ നടത്താനായിട്ട് അവരുടേതായിട്ടുള്ള ഒരു ഇടം ഉണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ വെർച്വൽ സ്പേസിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ സ്പേസിലേക്ക് വന്നപ്പോഴത്തേക്ക് ഓരോ വ്യക്തിക്കും അങ്ങനെയുള്ള ഒരു വെർച്വൽ സ്പേസ് ഉണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ് കൂടെ അതിനകത്ത് വരുന്നത്. അതായത് ഡിബേറ്റുകൾ ഓപ്പൺ ആയിട്ട് നടത്താനായിട്ടുള്ള. അപ്പം അതിനകത്ത് പബ്ലിക് ഒപ്പീനിയന്റെ ഈ പബ്ലിക് സ്പിയറിന്റെ ഒരു റെലവൻസ് പറയുമ്പം ഹേബർമാസ് പറയുന്നത് 18ാം നൂറ്റാണ്ടിലെ യൂറോപ്പില്
പിന്നെ കോഫി ഹൗസുകൾ, ഇംഗ്ലണ്ടിലെ കോഫി ഹൗസുകളും അതേപോലെ തന്നെ സലൂൺസ്, ഫ്രാൻസിലെ സലൂൺസും ഒക്കെയാണ് ഈ എന്താണ് പൊതുജനാഭിപ്രായ രൂപീകരണത്തിനുള്ള പൊതു ഇടങ്ങളിലെ ചർച്ചകൾ തുടങ്ങി വെച്ചത് എന്നുള്ളത്. അതിന്റെ ചുവട് പിടിച്ചിങ്ങ് സോഷ്യൽ മീഡിയ വരെ ഇത്തരത്തിലുള്ള പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷന് പൊതു ഇടങ്ങൾ ഉപയോഗപ്പെടുന്നുണ്ടെന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് പബ്ലിക് സ്ഫിയർ എന്നുള്ളത് കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന. വളരെ തിയററ്റിക്കലി എന്താ പറയുന്നത്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. നമ്മുടെ ഒരു സാധാരണ ഏറ്റവും സാധാരണമായ രീതിയിൽ അതിനെ പറയുവാണെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റാണ് 18ാം നൂറ്റാണ്ടിലെ ചായ കടകളിലെ ചർച്ചകളിൽ നിന്നും അല്ലെങ്കിൽ സലൂൺസിലെ ചർച്ചകളിൽ നിന്ന് പൊതുജനങ്ങൾ പൊതു ഇടങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ, അത് പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷന് നിർണായകമായ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതാണ് പബ്ലിക് സ്ഫിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു റാഷണൽ ഡിബേറ്റ് ആണ്. ഈ റാഷണൽ ഡിബേറ്റിൽ ഏതാണ്ട് എല്ലാ തട്ടിലുള്ള സൊസൈറ്റിയുടെ എല്ലാ തട്ടിലുള്ള ആളുകളും പങ്കെടുക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഹേബർമാസ് പറയുന്നത്. ഇത് ഓപ്പൺ ആണ്, എല്ലാവർക്കും അതിനകത്ത് ഒരു അക്സസിബിലിറ്റി ഉണ്ട്, എല്ലാവർക്കും അതിലൊരു പാർട്ടിസിപ്പേഷനുള്ള സ്കോപ്പ് ഉണ്ട് എന്നുള്ളതാണ് ഒരു ഘടകം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റാഷണലായിട്ടും ലോജിക്കലായിട്ടും ഉള്ള ഹെൽത്തി ക്രിറ്റിസിസംസ് ആണ് ഈ പബ്ലിക് സ്ഫിയറിൽ നടക്കുന്നത് എന്നുള്ളതാണ്. അതായത് ആർഗ്യുമെന്റ്സ് ഉണ്ടാവും, തീസിസും ആന്റി തീസിസും ഒക്കെ ഉണ്ടാവും, പക്ഷെ വളരെ റാഷണലായിട്ടും ലോജിക്കായിട്ടുമാണ് അത്തരത്തിലുള്ള ഡിബേറ്റുകൾ. ലോജിക്കാലിറ്റി ആണ് മറ്റുള്ള ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കാട്ടിൽ കൂടുതൽ, അല്ലെങ്കിൽ ചായ്വുകളെക്കാട്ടിൽ കൂടുതൽ റാഷണലായിട്ടുള്ള ഡിസ്കഷൻസ് ആണ് ഇത്തരത്തിലുള്ള ഇടങ്ങളിൽ നടക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഗവൺമെന്റിനോ മറ്റെന്തെങ്കിലും കൺട്രോളിങ് മെത്തേഡ്സ് ഒന്നും അല്ലെങ്കിൽ മെക്കാനിസംസ് ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് അഭിപ്രായ പ്രകടനം നടത്തുന്ന ഇടങ്ങൾ എന്നുള്ള രീതിയിലൂടെ പബ്ലിക് സ്ഫിയറിൽ അത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റ് കൂടി പിന്നെ എന്താണ് ഓട്ടോണമസ് ഫ്രം ദ സ്റ്റേറ്റ് എന്നുള്ള ഒരു സങ്കല്പം ഹേബർമാസ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇത് വളരെ ഫ്രീ ആയിട്ടുള്ള ഡിസ്കഷൻസ് നടത്തുന്നതാണ്. അതിനകത്ത് ഒരു എന്താ പറയുന്ന ഒരു ഗവൺമെന്റിന്റെ ഒരു കൺട്രോളോ അങ്ങനെയൊന്നുമുള്ള ഒരു സാധ്യത ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പല വിമർശനങ്ങളും അതിനകത്ത് വന്നിട്ടുണ്ട്. എങ്കിൽ പോലും അത്തരത്തിൽ ഉള്ള ഒരു തോട്ട് പ്രോസസ്സാണ് പബ്ലിക് സ്ഫിയർ എന്നുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. ഈ ഒരു എന്താ പറയുന്ന ഇത്തരത്തിലുള്ള പബ്ലിക് സ്ഫിയറുകളിൽ നടക്കുന്ന ചർച്ചകൾക്ക് പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷനും പോളിസി മേക്കിങ്ങിനെയും ഒക്കെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താനായിട്ട് പറ്റുന്നു എന്നാണ് ഹേബർമാസ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ ആ പബ്ലിക് സ്ഫിയർ എന്നുള്ള ഒരു സങ്കല്പവും പബ്ലിക് സ്ഫിയർ എന്ന് പറയുന്നത് പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷനുള്ള പ്ലാറ്റ്ഫോമായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ ഈ പബ്ലിക് ഒപ്പീനിയൻ പറയുന്നത് കൊണ്ട് അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക എന്നുള്ളതാണ്. അത് ഫിസിക്കലായിട്ടും വെർച്വലായിട്ടും എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഹേബർമാസ് പറഞ്ഞത്. ന്യൂസ് മീഡിയയും സോഷ്യൽ മീഡിയയും പബ്ലിക് ഫോറംസും സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസിനെയും ഒക്കെ ഈ പബ്ലിക് സ്ഫിയറിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതാണ് എന്താണ് പബ്ലിക് സ്ഫിയർ എന്നുള്ളത്. നമ്മൾ ഈ ന്യൂ മീഡിയയും സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റ് ഒക്കെ പറയുമ്പോൾ വളരെ പരിഗണിക്കപ്പെടുന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പൊ പബ്ലിക് സ്ഫിയർ എന്നുള്ളത് പബ്ലിക് ഒപ്പീനിയനുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് നോക്കി വെക്കുക എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും എലമെന്ററി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്പേസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷനിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്താനായിട്ട് പറ്റും എന്നുള്ളതാണ് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. പിന്നെ നമ്മൾ പബ്ലിക് ഒപ്പീനിയനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അജണ്ട സെറ്റിംഗ് തിയറി പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് സ്പൈറൽ ഓഫ് സൈലൻസ് എന്ന് പറയുന്നത്. വളരെ കാൽപ്പനികമായിട്ടുള്ളൊരു പേരൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സ്പൈറൽ ഓഫ് സൈലൻസ് എന്നാണ്, നിശബ്ദതയുടെ ഒരു ചുരുൾ എന്നുള്ള ആ പേരൊക്കെ കൊടുത്തിരിക്കുന്നത്. അതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു ജർമ്മൻ
പൊളിറ്റിക്കൽ തിങ്കറും സോഷ്യോളജിസ്റ്റും കമ്മ്യൂണിക്കേഷൻ തിയറിസ്റ്റ് ഒക്കെ ആയിട്ടുള്ള എലിസബത്ത് നോവൽ ന്യൂമാൻ ആണ് ഈ സ്പൈറൽ ഓഫ് സൈലൻസ് തിയറി പോസ്റ്റുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സ്ത്രീയാണെന്നുള്ള ഒരു പ്രത്യേകത കൂടെ. അപ്പൊ അതിനകത്തെ പല എന്താ പറയുന്ന കാഴ്ചപ്പാടുകൾക്കും ഒരു സ്ത്രീയുടെ പെർസ്പെക്റ്റീവും കൂടി ഉണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സ്പൈറൽ ഓഫ് സൈലൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പൊതുജനാഭിപ്രായം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ കണക്കാക്കപ്പെടുന്നത് സമൂഹത്തില് മെജോറിറ്റി എന്തിനെയാണോ പിന്താങ്ങുന്നത് അതിനെയാണ് നമ്മൾ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നമ്മൾ പറഞ്ഞു പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിനോട് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കുന്ന ആളുകളെയാണ് പബ്ലിക് ഒപ്പീനിയനിലെ പബ്ലിക് എന്ന് പറയുന്നത് പറഞ്ഞു. അപ്പം മെജോറിറ്റിയും ഉണ്ടാവും. ചില വിഷയങ്ങൾ വരുമ്പോൾ അവിടെ മെജോറിറ്റി പിന്താങ്ങുന്ന ഒരു അഭിപ്രായം ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ മൈനോറിറ്റിയുടെ അഭിപ്രായങ്ങളും ഉണ്ടായിരിക്കും. അപ്പം പലപ്പോഴും നമ്മളുടെ ഈ ബാൻഡ് വാഗൺ ഇഫക്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ മെജോറിറ്റി എന്താണോ പിന്താങ്ങുന്നത് അതിനെ പിന്താങ്ങാനായിട്ടായിരിക്കും പൊതു ഇടങ്ങളിൽ ഒരാൾ ശ്രമിക്കുന്നത്. വ്യക്തിപരമായിട്ട് അയാൾക്ക് ചിലപ്പോൾ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായിരിക്കാം. അയാളുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമായിരിക്കണം എന്നില്ല, മറിച്ച് പൊതുവായിട്ട് ഉള്ള താല്പര്യത്തെ പരിഗണിക്കാനും അതിനെ പിന്താങ്ങാനുമാണ് ശ്രമിക്കുന്നത്. അപ്പൊ അതിനകത്ത് എലിസബത്ത് നോവൽ ന്യൂമാൻ പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ആ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫിയർ ഓഫ് ഐസൊലേഷൻ എന്ന് പറയുന്നുണ്ട്. ഫിയർ ഓഫ് ഐസൊലേഷൻ. ഫിയർ ഓഫ് ഐസൊലേഷൻ എന്ന് പറയുന്നത് ഒറ്റപ്പെടുമോ എന്നുള്ളൊരു ഭീതി. അപ്പൊ പലതിനെയും നമ്മൾ പിന്താങ്ങുന്നത് ഈ ഒരൊറ്റ ഭയം കൊണ്ട്. ഇതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്, ഫിയർ ഓഫ് ഐസൊലേഷൻ. നമ്മൾ ഒറ്റപ്പെടുമോ എന്ന് തോന്നുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഫിയർ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ബാക്കിയുള്ള ആളുകൾ മെജോറിറ്റി എന്താണോ പറയുന്നത് അതിനെ നമ്മൾ പിന്താങ്ങാനായിട്ട് തയ്യാറാവുന്നു എന്നുള്ളതാണ്. എന്താ പറയാ, നമുക്ക് നമ്മുടെ ഇൻഡിവിജ്വൽ ഒപ്പീനിയനുമായിട്ട് സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് വലിയ പ്രയാസമാണ്. അത് വലിയൊരു സ്ട്രഗിളാണ്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ നമ്മുടെ ഇൻഡിവിജ്വൽ ഒപ്പീനിയൻ മാറ്റി വെച്ചുകൊണ്ട് എന്തിനെ സപ്പോർട്ട് ചെയ്യും, മെജോറിറ്റിയുടെ അഭിപ്രായത്തെ സപ്പോർട്ട് ചെയ്യും. അപ്പം നമ്മളുടെ എന്താ അഭിപ്രായങ്ങള് സ്പൈറൽ ഓഫ് സൈലൻസ് ആയിട്ട് മാറും എന്നുള്ളത്, നിശബ്ദതയുടെ ചുരുളായിട്ട് അത് എക്സിസ്റ്റ് ചെയ്യും. ഈ ചുരുള് ഏതെങ്കിലും അനുകൂല ഘടകം വരുമ്പം, സന്ദർഭം വരുമ്പം അത് ഹൈലൈറ്റ് ചെയ്യപ്പെടുമെന്നൂടെ പറയുന്നുണ്ട്. എങ്കിൽ പോലും നമ്മൾ ഒരു പൊതു ഇടത്തിൽ ഇൻഡിവിജ്വൽ ഒപ്പീനിയൻ പറയാതെ മെജോറിറ്റിയുടെ ഒപ്പീനിയനെ പിന്താങ്ങുന്നു. ആ പിന്താങ്ങുന്നത് ഫിയർ ഓഫ് ഐസൊലേഷൻ കൊണ്ടാണ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് സ്പൈറൽ ഓഫ് സൈലൻസ് തിയറി ഉള്ളതിലൂടെ എലിസബത്ത് നോവൽ ന്യൂമാൻ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പം അതൊന്ന് ഓർത്തു വെക്കുക. അപ്പം പ്രധാനമായിട്ട് പബ്ലിക് ഒപ്പീനിയനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന തിയറികളിൽ ഈ ഹൈപ്പോഡെർമിക് നീഡിൽ തിയറി അല്ലെങ്കിൽ മാജിക് ബുള്ളറ്റ് തിയറി, ഷോർട്ട് ടേം ഇമ്പാക്ട്, ഡയറക്റ്റ് ഇമ്പാക്ട് ഓഫ് മീഡിയ പറയുന്നു. കൾട്ടിവേഷൻ തിയറി ഒരു ലോങ് ടേം ഇമ്പാക്ട് ഓഫ് മീഡിയയുടെ പെർസ്പെക്റ്റീവില് പറയുന്നുണ്ട്. പിന്നെ ഒപ്പീനിയൻ ലീഡേഴ്സിന്റെ ആസ്പെക്റ്റിലാണ് നമ്മൾ 2 സ്റ്റെപ്പ് ഫ്ലോ തിയറി പറയുന്നത്. സോഴ്സിൽ നിന്നും ഇൻഫർമേഷൻ ഒപ്പീനിയൻ ലീഡേഴ്സിലേക്ക് എത്തുന്നു. ഒപ്പീനിയൻ ലീഡേഴ്സ് അതിനെ അവർക്ക് ഇഷ്ടമുള്ള രീതി വളച്ചൊടിച്ച് നമ്മളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് പറയുന്നു. പിന്നെ അജണ്ട സെറ്റിംഗ് തിയറി. അജണ്ട സെറ്റിംഗ് തിയറിയിൽ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ് ഉള്ളത്. മാക്കോംബും ഡൊണാൾഡ് ഷോയുമാണ് അത് പോസ്റ്റുലേറ്റ് ചെയ്തത്. എങ്ങനെയാണ് മീഡിയ അജണ്ട സെറ്റ് ചെയ്യുന്നത്, മീഡിയയുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റുകൾ എങ്ങനെയാണ് അവര് പ്ലേ ചെയ്യിക്കുന്നത് എന്നുള്ളതാണ്. അതിനനുസരിച്ച് അനുകൂലമായ രീതിയിൽ റീഡേഴ്സിനെയും അല്ലെ വ്യൂവേഴ്സിനെയൊക്കെ എങ്ങനെയാണ് മീഡിയ മാറ്റുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിന് 3 ടെക്നിക്കാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്: പ്രൈമിങ്ങും, ഫ്രെയിമിങ്ങും, സ്പിൻ ഡോക്ട്രിങ്ങും. പ്രൈമിങ് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, കൂടുതൽ സ്പേസ് ആയിരിക്കാം കൊടുക്കുന്നത് ഒരു പത്രമാധ്യമം, ന്യൂസ് പേപ്പേഴ്സ്, അല്ലെങ്കിൽ വിഷ്വൽ മീഡിയ ആണെങ്കിൽ അതിന് കൂടുതൽ സമയവും ആവർത്തി ഫ്രീക്വൻസിയും കൂട്ടിയായിരിക്കും പ്രൈമിങ് നടത്തുന്നത്. മറ്റു വാർത്തകളെക്കാൾ ഒരു വാർത്തയ്ക്ക് മനഃപൂർവ്വം പ്രാധാന്യം കൊടുക്കുന്നു. ഡെലിബറേറ്റ് ആയിട്ട് നടത്തുന്ന അറ്റംപ്റ്റും ഡെലിബറേറ്റ് ആയിട്ടുള്ള ചോയ്സുമാണ് ഏത് വാർത്തയ്ക്ക് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത്.
അതേപോലെ ഉള്ള ഒരു കോൺസെപ്റ്റാണ് ഫ്രെയിമിങ്. ഏത് രീതിയിൽ വാർത്തയെ പ്രസന്റ് ചെയ്യണം എന്നുള്ളതാണ് ഫ്രെയിമിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇമ്പാക്ട് അനാലിസിസ് നടത്തിയിട്ടാണ് ആ ഫ്രെയിമിങ് നടത്തുന്നത്. ഏത് രീതിയിൽ അതിനെ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇമ്പാക്ട് ആളുകളുടെ ഇടയിൽ സൃഷ്ടിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഫ്രെയിമിങ് എന്നുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നുള്ളതാണ് സ്പിൻ ഡോക്ട്രിൻ. സ്പിൻ ഡോക്ട്രിൻ എന്ന് പറയുന്ന ഈ പബ്ലിക് റിലേഷൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് സ്പിൻ ഡോക്ട്രിന്. അപ്പം നമ്മൾ അജണ്ട സെറ്റിങ്ങിൽ സ്പിൻ ഡോക്ട്രിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അതല്ലാതെ സ്പിൻ ഡോക്ട്രിൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. PR പ്രൊഫഷണൽസിനെയും ഒക്കെ പിന്നെ നമ്മൾ എന്താണ് PR ഡോക്ടേഴ്സ്, സ്പിൻ ഡോക്ടേഴ്സ് എന്നാണ് പറയുന്നത്. സ്പിൻ ഡോക്ടറിങ്ങിന്റെ ടെക്നിക്സ് ഒക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ അതൊന്ന് നോക്കി വെക്കുക. പിന്നെ പറഞ്ഞത് സ്പൈറൽ ഓഫ് സൈലൻസ് തിയറിയെ കുറിച്ചാണ്. എലിസബത്ത് നോവൽ ന്യൂമാൻ പറയുന്ന മുന്നോട്ട് വെച്ച ആശയമാണ്. ഫിയർ ഓഫ് ഐസൊലേഷൻ കൊണ്ട് പലപ്പോഴും ഇൻഡിവിജ്വൽ ഒപ്പീനിയൻസ് മാറ്റിവെക്കപ്പെടുകയും മെജോറിറ്റി പിന്താങ്ങുന്ന അഭിപ്രായങ്ങളെ നമ്മൾ നമ്മുടെ അഭിപ്രായമായിട്ട് മുന്നോട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷെ നമ്മുടെ ഓരോ വ്യക്തിയുടെയും അഭിപ്രായങ്ങൾ പൊതു ഇടങ്ങളിൽ ഒരു സ്പൈറൽ ഓഫ് സൈലൻസ്, ഒരു പിന്നെ നിശബ്ദതയുടെ ചുരുളായിട്ട് അവശേഷിക്കപ്പെടും. അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയിൽ അത് ഹൈലൈറ്റ് ചെയ്യപ്പെടും എന്നുള്ള രീതിയിലാണ് എലിസബത്ത് നോവൽ ന്യൂമാൻ ഈ സ്പൈറൽ ഓഫ് സൈലൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഇതില് നമ്മൾ പബ്ലിക് ഒപ്പീനിയനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കോഗ്നിറ്റീവ് ഡിസൊണൻസ് എന്ന് പറയാറുണ്ട്. കോഗ്നിറ്റീവ് ഡിസൊണൻസ് എന്നുള്ള ഒരു സങ്കല്പമുണ്ട്. സൈക്കോളജിക്കൽ തിയറിയും പബ്ലിക് ഒപ്പീനിയനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വളരെ പോപ്പുലർ ആയിട്ടോ അല്ലെങ്കിൽ ആവർത്തിച്ച് കേട്ടിട്ടുള്ള ഒരു സങ്കല്പമാണ്. അപ്പൊ ഈ പബ്ലിക് ഒപ്പീനിയൻ പറയുമ്പോൾ അതുകൂടെ ഒന്ന് പറഞ്ഞേക്കാം. ചിലപ്പോൾ ഈ കോഗ്നിറ്റീവ് ഡിസൊണൻസ് ഒക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഏത് ലെവലിലാണ് ഒരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് അറിയത്തില്ല, എങ്കിൽ പോലും അറിയാതിരിക്കും. എങ്കിലും ഞാൻ അതുകൂടെ ഒന്ന് പറഞ്ഞു വെക്കുകയാണ്. കോഗ്നിറ്റീവ് ഡിസൊണൻസ് എന്ന് പറയുന്നത് അതായത് നമുക്ക് കോൺട്രഡിക്ടറി ആയിട്ടുള്ള വിശ്വാസങ്ങളും പ്രവൃത്തിയും ഉണ്ടാകുമ്പോൾ നമുക്ക് വരുന്ന ഒരു സ്ട്രെസ് ഉണ്ട്. അതിനെയാണ് ഈ കോഗ്നിറ്റീവ് ഡിസൊണൻസ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് നമുക്ക് ഉണ്ടാകുന്ന ഒരു മെന്റൽ ഡിസ്കംഫേർട്ടിനെ അല്ലെങ്കിൽ ടെൻഷനെ ആണ് ഈ ആശയക്കുഴപ്പമെന്നോ അല്ലെങ്കിൽ ബൗദ്ധികമായിട്ടുള്ള ഒരു സ്ട്രെസ്സിനെ മെന്റൽ ഡിസ്കംഫോർട്ട് എന്ന് തന്നെയാണ് അതിന്റെ ഒരു ഇമ്പാക്ട് നമ്മളിൽ അങ്ങനെ അതായിട്ടാണ് കോഗ്നിറ്റീവ് ഡിസൊണൻസ് ഉണ്ടാക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്മോക്കിംഗ് എന്ന് പറയുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. മീഡിയ നമുക്ക് ഇങ്ങനത്തെ മെസ്സേജുകൾ തന്നുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ പിന്നെ എന്താ ചെയ്യുക, അതിന് ഘടകവിരുദ്ധമായിട്ട് നമ്മൾ റെഗുലറായിട്ട് സ്മോക്ക് ചെയ്യുവാണ്. അപ്പം പിന്നെ എന്താ പറയുന്നത്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഉള്ളിലുള്ളൊരു വിശ്വാസത്തിന് വിപരീതമായിട്ട് നമ്മളൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സൈക്കോളജിക്കൽ ഡിസ്കംഫേർട്ടിനെയാണ് ഈ കോഗ്നിറ്റീവ് ഡിസൊണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം പലപ്പോഴും ഇതിനെ നമുക്ക് 3-4 രീതിയിൽ അഡ്രസ്സ് ചെയ്യാം എന്നാണ് പറയുന്നത്. അതായത് ഒന്നി നമുക്ക് നമ്മുടെ എന്താ പറയുക വിശ്വാസത്തെ പിന്നെ മാറ്റാനായിട്ട് പറ്റും. ഇപ്പൊ വല്ലപ്പോഴും മദ്യപിച്ചാൽ വലിയ കുഴപ്പമില്ല, അല്ലെങ്കിൽ വല്ലപ്പോഴും സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് നമ്മളെ ഒന്ന് സമാധാനിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അത് ഈ കോഗ്നിറ്റീവ് ഡിസൊണൻസിന്റെ നമ്മുടെ ഒരു റിയാക്ഷൻ. വലിയ കുഴപ്പമില്ല എന്ന് നമ്മൾ ചേഞ്ച് ചെയ്യുന്നു, നമ്മുടെ ബിലീഫ് സിസ്റ്റത്തെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. പിന്നെയുള്ളത് എന്താണ്, നമ്മൾ ഈ സംഭവം പാടി ഉപേക്ഷിക്കുന്നു, ക്വിറ്റ് ചെയ്യുന്നു, ക്വിറ്റ് സ്മോക്കിംഗ് എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് നമ്മൾ എത്തുന്നു. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ അനുവർത്തിച്ചു വരുന്ന ഒരു പ്രവൃത്തിയാണ് എന്താ പറയുക
റാഷണലൈസ് ചെയ്യും. അതായത് നമ്മളുടെ മുന്നിലുള്ള ഏതെങ്കിലും ലിവിങ് എക്സാമ്പിൾ കൊണ്ട് നമ്മൾ അതിനെ സാധൂകരിക്കാനായിട്ട് ശ്രമിക്കും. അത് നമ്മുടെ മനസ്സ് നടത്തുന്ന ഒരു പ്രവൃത്തിയാണ്. ലൈക്ക് എൻ്റെ അമ്മാവൻ വർഷങ്ങളായിട്ട് മദ്യപിക്കുന്ന ആളാ, പുള്ളിക്ക് വലിയ കുഴപ്പമൊന്നും വന്നില്ല, അപ്പം അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും വരില്ലായിരിക്കും എന്നുള്ള ഒരു ആശ്വാസം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ ചെയിൻ സ്മോക്കറായിട്ട് ആയിരുന്നു എൻ്റെ അധ്യാപകൻ, അയാൾക്കൊരു കുഴപ്പമില്ല എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ഇതിനെ നമ്മുടെ മുന്നിലുള്ള ചില എക്സാമ്പിൾ വെച്ചിട്ട് ഈ പറയുന്ന ഒരു ആശയക്കുഴപ്പത്തെ നമ്മൾ മറികടക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ ആ ഒരു കോൺഫ്ലിക്റ്റിനെ ട്രിവിയലൈസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നത്, ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല, അങ്ങനെ ആ രീതിയിൽ നമ്മൾ അതിനോട് റിയാക്ട് ചെയ്യാറുണ്ട്. അപ്പം ഈ പലപ്പോഴും മീഡിയ വാർത്തകൾ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന ഒരു രീതിയെയാണ് ഈ കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് പറയുന്നത്. അതായത് പലപ്പോഴും നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാകാറുണ്ട്. നമ്മളിതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന മെത്തേഡുകളുമാണ് പറഞ്ഞത്. അപ്പൊ ഈ കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് പറയുന്നത് ആ രീതിയിലൊന്ന് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയാസ് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരാശയക്കുഴപ്പം, അപ്പൊ അതിനെ നമ്മൾ ചിലപ്പോൾ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ടായിരിക്കാം നമ്മൾ അതിനെ എന്താ പറയുക ശ്രമിക്കാറുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ബിലീഫ് നമ്മൾ പ്ലേസ് ചെയ്തുകൊണ്ടായിരിക്കാം അതിനെ മറികടക്കാൻ. ഇതൊക്കെ ചുമ്മാതെ പറയുന്നതാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷം വെറുതെ ആരോപിക്കുന്നതാണ് എന്നൊക്കെയുള്ള രീതിയിൽ ചില വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ ശ്രമിക്കുന്നത് നമ്മൾ ഈ പറയുന്ന സൈക്കോളജിക്കലായിട്ടുള്ള നമ്മുടെ ബിലീഫിനെ മാറ്റാൻ ശ്രമിക്കുന്നതും, അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ മാറ്റാൻ ശ്രമിക്കലും, അല്ലെ ചിലതിനെ റാഷണലൈസ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഈ കോഗ്നിറ്റീവ് ഡിസോണൻസിനെ ഒരു വ്യൂവർ അല്ലെങ്കിൽ ഒരു വ്യക്തി മറികടന്നുകൊണ്ട് അയാളുടേതായിട്ടുള്ള ഒരു ഒപ്പീനിയനിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്നുള്ളത് കൊണ്ടുള്ള ഒരു പ്രസക്തി പറയുന്നത്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ പബ്ലിക് ഒപ്പീനിയനിൽ പലതരത്തിലുള്ള സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വാർത്തകള്, അപ്പൊ അവിടെ നമ്മൾ പറയും നമുക്ക് ഇഷ്ടമുള്ളൊരു മാധ്യമ അവര് മാതൃഭൂമിയിൽ വന്നതുകൊണ്ട് അല്ലെ മലയാള മനോരമ വന്നുകൊണ്ട് ഈ വാർത്ത ശരിയായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അത് റാഷണലൈസ് ചെയ്യുക. നമ്മൾ ഈ പറഞ്ഞ അമ്മാവന് വളരെ കാലമായിട്ട് മദ്യപിക്കുന്നുണ്ട്, കുഴപ്പമൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ റാഷണലൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള അല്ലെ ട്രിവിയലൈസിങ് ഫാക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള രീതിയിൽ നമ്മൾ അതിനെ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഒപ്പീനിയൻ ഫോർമേഷൻ നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. സൈക്കോളജിക്കൽ തിയറിയുടെ കോഗ്നിറ്റീവ് ഡിസണൻസ് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് പറയുന്നത്. അപ്പം ഇത്രയുമാണ് പ്രധാനമായിട്ട് പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പ്രധാനപ്പെട്ട തിയറികളൊക്കെ പറഞ്ഞത്. മീഡിയ ഇമ്പാക്ട് തിയറികളെല്ലാം ഇതിനകത്ത് ആപ്ലിക്കബിൾ ആണ്. എങ്കിൽ പോലും നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷനിൽ മീഡിയയുടെ ഒരു റോള് പറയുമ്പോഴാണ് ഈ പറയുന്ന തിയറികൾക്കൊക്കെ പ്രാധാന്യം ഉള്ളത്. പ്രത്യേകിച്ച് ടു സ്റ്റെപ്പ് ഫ്ലോ മോഡലിലും അജണ്ട സെറ്റിംഗ് തിയറിയും സ്പൈറൽ ഓഫ് സൈലൻസ് തിയറിയും ഒക്കെയാണ്. ഇപ്പം പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷൻ ആൻഡ് പബ്ലിക് ഒപ്പീനിയനെ കുറിച്ചുള്ള തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് ഡിസ്കസ് ചെയ്യാനൊക്കെ ചിലപ്പോൾ എസ്സേ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്ന ഇതിനകത്തൊരു വലിയ വെയിറ്റ് പബ്ലിക് ഒപ്പീനിയൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിനുള്ളത് കൊണ്ട് തന്നെ അല്ലെ ഇതിനകത്തുനിന്ന് ചിലപ്പോൾ 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് ഈ കോഗ്നിറ്റീവ് ഡിസണൻസും ചെറി പിക്കിംഗ് ഡാറ്റയും അല്ലെ ചെറി പിക്കിംഗ് മെത്തേഡും സ്പിൻ ഡോക്ട്രിൻ അങ്ങനെയൊക്കെയുള്ള സാധാരണ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. സ്പൈറൽ ഓഫ് സൈലൻസ് ഒക്കെ ആവർത്തിച്ച് ഞാൻ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പം അതും ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് പറയാനായിട്ടുണ്ടായിരുന്നത്. ഇനിയും നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PR ഓർഗനൈസേഷൻസ് സിലബസ് കിടക്കുന്നത്, അതിനെക്കുറിച്ച് വേണമെങ്കിൽ നാളെ ഒന്ന് ഓടിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. അതൊക്കെ വായിച്ചോർത്തിരിക്കേണ്ട കാര്യങ്ങൾ, അതിനകത്തൊന്നും പറയാനൊന്നുമില്ല.
പിന്നെ ഇന്നത് ഇതാണ്, ഇതുമായിട്ട് ബന്ധമുള്ളതാണെന്നൊക്കെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലും, ചില കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറയലും മാത്രമേ അവിടെ ഉള്ളൂ. അതിനകത്തൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ മനസ്സിലാകാത്തതായിട്ടില്ല. അപ്പൊ അത് ഒന്ന് നാളെ സമയമുണ്ടെങ്കിൽ നോക്കാം. പിന്നെ PR ടൂൾസ് ആണ്, അതും അങ്ങനെ വലിയ എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. ഒന്നുകൂടെ ഞാൻ സിലബസ് എടുക്കും നോക്കിക്കോട്ടെ, എന്നിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ളത് നോക്കി വെക്കാം. അപ്പൊ ഇന്ന് ഞാൻ അതിന്റെ ഏതാണ്ട് സമയമാകും. എല്ലാവർക്കും ഞാൻ നോട്ട് ഇട്ടേക്കാമേ, സതീഷ്. പിന്നെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ് കൊണ്ട് അതുകൂടെ എനിക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. കഷ്ടിച്ചൊരു 2 മണിക്കൂറൊക്കെ മാത്രമേ വേണ്ടി വരുള്ളൂ എന്ന് തോന്നുന്നു. നാളെയും മറ്റന്നാളും സമയം കിട്ടുവാണെങ്കിൽ അതങ്ങ് തീർത്തേക്കാം. ഒരു കാര്യം ചോദിക്കട്ടെ? പറഞ്ഞോളൂ. നമ്മുടെ ഈ DAVPയും പിന്നെ സോങ് ഓഫ് ഡ്രാമയും ഒക്കെ ഈ ഒരു CBCയിൽ ലയിപ്പിച്ചെന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെ അത് നമ്മൾ സെപ്പറേറ്റ് പഠിക്കേണ്ടതുണ്ടോ? പഠിക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2017 എന്തോ ആണ് അത്തരത്തിലുള്ളൊരു മുഴുവനും ഇതിലേക്ക് മാറിയത്. എങ്കിൽ പോലും ഇതിനൊരു ഹിസ്റ്ററി ഉണ്ടല്ലോ. DAVP എന്താണ്, ഡയറക്ടറേറ്റ് ഓഫ് അഡ്വർടൈസിംഗ് ആൻഡ് വിഷ്വൽ പബ്ലിസിറ്റി എന്നുള്ള ഒരു സങ്കല്പം നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പണ്ട് പുരാതന കാലത്തെ എവിടെന്നെങ്കിലും കോപ്പി ചെയ്തിട്ട സിലബസ് ആയിരിക്കും, എനിക്കറിയില്ല. നമ്മളത് ഞാൻ 2 കാര്യങ്ങൾ അവസാനം പറയണമെന്ന് വിചാരിച്ചതാണ്. PR ഡിപ്പാർട്ട്മെന്റ് കേരളയുടെ അതേപോലെ തന്നെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ കീഴിലുള്ള എല്ലാ ഓർഗനൈസേഷൻസിനെ കുറിച്ച് നമ്മൾ ചുമ്മാതെ ഒന്ന് വായിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഇതല്ലേ നമ്മളെ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ എന്നുള്ള ഒരു ഇതാകുമ്പോൾ അതിന്റെ സ്ട്രോങ് വിങ്സ് എന്ന് പറയുന്നത് ഈ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷന്റെ കീഴിലും അതേപോലെ സ്റ്റേറ്റ് PRDയുടെ കീഴിലും വരുന്നത് ആണല്ലോ. അപ്പൊ അതിന്റെ 2ന്റെ വെബ്സൈറ്റുകളും പ്രോജക്റ്റുകളും ഒക്കെ ഒന്ന് ചുമ്മാതെ നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം കുറച്ചുകൂടെ നമ്മുടെ ഒരു ജനറൽ എസ്സേ എഴുതാനോ അങ്ങനെയൊക്കെയുള്ള ഇതിന് അത് സഹായകമാകും എന്ന് തോന്നുന്നു. മാത്രമല്ല ഇതെല്ലാം അറിയണമല്ലോ, എല്ലാം വരും. നാഷണൽ ഫിലിം ആർക്കൈവ് ഓഫ് ഇന്ത്യയും ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും ഫിലിംസ് ഡിവിഷനും തുടങ്ങിയുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഓർഗനൈസേഷൻസും മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിന്റെ വെബ്സൈറ്റ് എടുത്ത് ചുമ്മാ അതൊന്ന് നോക്കിയാൽ നല്ലതായിരിക്കും. കാരണം എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ സിലബസിൽ അല്ലാത്ത എന്തെങ്കിലും ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാമല്ലോ. അപ്പൊ അതിന് എനിക്ക് തോന്നുന്നു സഹായകമാകും. ഞാൻ അവസാനം അതൊന്ന് ഈ ഓർഗനൈസേഷൻസ് ഒക്കെ പറയുന്ന സമയത്തൊന്ന് പറയാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. അത് നമ്മൾ ഈ ഇതിനു വേണ്ടി പഠിച്ചിട്ടുണ്ടാവും, എങ്കിലും അന്ന് ചുമ്മാതൊന്ന് ബ്രഷപ്പ് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു ഈ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ മാം, താങ്ക് യു. അപ്പൊ നമുക്ക് നിർത്തിയേക്കാം. എന്തെങ്കിലും അല്ലെ രാധയ്ക്ക് മെസ്സേജ് ഇതോ എന്താന്ന് വെച്ചാൽ ചെയ്താൽ മതി. നോട്ട്സ് ഒക്കെ ഒന്ന് വായിച്ചേക്കണം.